ഇന്നാണ് ഞാൻ ഷമീംഭായി ചെയ്ത 3 അമേസിംഗ് ആയ വർക്കുകൾ കാണുന്നത്. റീ, നോൺ വയലന്റ് കോൺവെർസേഷൻസ്, NVC-T. 3 തരത്തിലാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു സാലഡ് കഴിച്ചു, മെയിൻ കോഴ്സ് കഴിച്ചു, ഡിസേർട്ട് വരാൻ പോവാണ്. ഈ 3 സിനിമകളും ഏകദേശം അതുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, നമുക്ക് തരുന്നൊരു ഫീൽ 3 ആസ്വാദന തലത്തിൽ തന്നെയാണ്. റീ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും റീസെൻറ്റ് വർക്കാണ്. അത് വളരെ കണ്ടംപററി ആയ ഒരു ടെംപ്ലേറ്റിൽ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നന്നായി കണക്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഏത് പ്രായക്കാരാണെങ്കിലും അവർക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുകയും അതോടൊപ്പം തന്നെ ഈ ഒരു മനസ്സ് കടന്നു പോകുന്ന കുറേ ജേണികളിലൂടെ ആ സിനിമ വളരെ സെൻസിറ്റീവായിട്ടും വളരെ എസ്തറ്റിക്കായിട്ടും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് റീയുടെ ഒരു ഇത്. റീ എന്ന വാക്കിന് തന്നെ ശരിക്കും ഒരുപാട് മീനിങ്സ് നമുക്ക് ആ സിനിമ ഒരു 22 മിനിറ്റിൽ ഉള്ള സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അത് എത്ര കണ്ടാലും റീ തവണ കണ്ടാലും ഐ തിങ്ക് അത് കൂടുതൽ മീനിങ് ആവുകയാണ്. ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച്. അതൊരു ആസ്വാദകനായിക്കോട്ടെ, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളായിക്കോട്ടെ, ഒരു ജസ്റ്റ് റിലേഷൻഷിപ്സിൽ വിശ്വസിക്കുന്ന ഒരാളായിക്കോട്ടെ, സ്റ്റുഡൻ്റ് ഓഫ് സിനിമ ആയിക്കോട്ടെ, മേക്കേഴ്സ് ആയിക്കോട്ടെ, ആസ്വാദകരായിക്കോട്ടെ, ഫെസ്റ്റിവൽസിൽ ആണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി വാച്ച്ഡ്. അതാണ് റീ. പിന്നെ നോൺ വയലന്റ് കോൺവെർസേഷൻ. വാവ്, എനിക്ക് ഏറ്റവും എന്നെ ഇങ്ങനെ ഇരുത്തിയൊരു സിനിമയാണ് NVC. അതിന് ഷമീംഭായി എടുത്തൊരു വർക്ക് ഭയാനകമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞൊരു ബനാലയിലൊരു നമ്മളൊരു ഇമേഴ്സീവ് ആയ ഒരു ഇൻസ്റ്റലേഷൻ നമ്മൾ എത്ര ടച്ച് ചെയ്യുന്നോ അതിൻ്റെ രീതിയിൽ തന്നെ കുറേ കോൺവെർസേഷൻസിൻ്റെ ഒരു ഓവർലാപ്പും ആ സൗണ്ട് ക്വാളിറ്റി, അതിലുപരി വിഷ്വൽ കണക്റ്റ് അത് വളരെ മനോഹരമായി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മേക്കിംഗ് കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഉപയോഗം തോന്നിയത് ആ സിനിമ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് ആസ് എ സീരിയസ് കൊണോസിയർ ഓഫ് സിനിമ ഡെഫിനറ്റ്ലി നമ്മളിത് കണ്ടിരിക്കേണ്ടതാണ്. ബിക്കോസ് ഒരു 4-5 ചാപ്റ്റേഴ്സ് എന്ന് വേണേൽ പറയാം. അതിലൂടെ മിന്നി മറിയുന്നത് ഒരുപാട് സോഷ്യൽ പൊളിറ്റിക്കൽ കഥകളും ഈവൻ ഹ്യൂമൻ ആങ്സ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ ബ്യൂട്ടിഫുൾ ഔട്ട്ഡോർ ലൊക്കേഷൻസും അതിൻ്റെ ഒരു ഡൈനാമിക്സും ഒക്കെ അതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സ് പോയത് തന്നെ ഞാൻ അങ്ങനെ ഒഴുകി പോകുന്ന ഒരു സാധനം. അത് ഡീപ് ഡൗൺ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു മനോവ്യവഹാരങ്ങളൊക്കെ വരുന്ന സിനിമയാണ് NVC. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നല്ലൊരു സുലൈമാനി കുടിക്കുന്ന പോലെയാണ്. ഈ ഹെവി മീലൊക്കെ കഴിഞ്ഞ് നല്ലൊരു ലൈൻ ചെയ്ത് കുടിക്കുന്ന പോലെയാണ് ടീ എന്ന് പറയുന്ന ഒരു 250ഓളം ആൾക്കാരുടെ കൂട്ടായ്മയുടെ ഫലമാണ് ആ സിനിമ. വളരെ ബോൾഡായിട്ട് തന്നെ നമ്മുടെ മനസാക്ഷിയെ ബ്രിക്ക് ചെയ്യുന്നതും നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ പൊളിറ്റിക്കൽ സീനിനെ കുറിച്ചൊക്കെ ഒരുപാട് പോയിട്രി പോലെ തന്നെ പറയുന്നതും, അതിനകത്ത് തന്നെ ഒരു സീൻ കമ്പോസ് ചെയ്യുന്നതിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകൾ ട്രൈ ചെയ്യാം. ഒരു ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒരു നെറേറ്റീവ് മുന്നോട്ട് പോവുകയും പെർഫോമൻസ് ആയിക്കോട്ടെ, വിഷ്വൽ ആയിക്കോട്ടെ, അതിലൂടെ വരുന്ന ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള റെവലേഷൻസ് ആയിക്കോട്ടെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മിറർ ഓഫ് അവർ ടൈംസ്. അത്തരത്തിൽ പോകുന്ന 3 ജെംസ് ആണ് ഷമീമിൻ്റെ 3 വർക്ക്സ്. അതിനെ കണ്ടതിൽ ഈ മാസത്തെ ഏറ്റവും ബെസ്റ്റ് തിങ് ആണ്. ഈ വീക്കെൻഡിലേക്ക് ഞാൻ പോകുമ്പോൾ ശരിക്കും വളരെ നല്ലൊരു പുസ്തകം വായിച്ച ഫീലോ അല്ലെങ്കിൽ നല്ലൊരു യാത്ര പോയി വന്ന ഫീലാണ്. 1.5 മണിക്കൂർ ഇത് വാച്ച് ചെയ്തതും അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഡിസ്കസ് ചെയ്തത്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങളിത് സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്ക്രീനിങ് 3 സിനിമ ചെയ്തു. ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഒന്നുകൂടെ കാണിച്ചപ്പോഴാണ് അവർക്കും അത് എത്രത്തോളം കണക്റ്റ് ആയി എന്നുള്ളത് ഈ ഷമീമിൻ്റെ ഒരു ബ്രില്യൻസിൻ്റെയും റെലവൻസിൻ്റെയും ഒരു തെളിവാണ്. ഈ 3 സിനിമകൾ ഡെഫിനറ്റ്ലി കാണണം. ഷമീമിൻ്റെ ഒരു ജേണിയും ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇത്രയും പാഷനോടെ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കുകയും സോഷ്യൽ മീഡിയൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ കാലത്ത് പോലും അതിലൊന്നും നോക്കാതെ സ്വന്തമായ ഒരു ജേണിയിലൂടെ ഇത് ആൾക്കാരിലേക്ക് ജെനുവൻലി എത്തിച്ചു കൊടുക്കുകയും അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനുള്ള മേക്കറിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുട്ടിയെ വളർത്തുന്ന പോലത്തെ ഒരു എഫേർട്ടും സ്നേഹവും വാത്സല്യത്തോടെയാണ് അദ്ദേഹം ഈ വർക്കിനെ കാണുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് എവിടെ പറ്റുവാണെങ്കിലും ഈ സിനിമകൾ സ്ക്രീൻ ചെയ്യിക്കണം, കുറേ ആൾക്കാരിലേക്ക് എത്തിക്കണം.
ആ മേക്കറിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വേർഡ്സിൽ തന്നെ ആൾക്കാരിലേക്ക് എത്തി ഈ സിനിമകളെ അത് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് അത് സിനിമ ആസ്വാദകൻ, ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ